തിമിരം സാധാരണ വരാവുന്ന പ്രായം 60 ആണ്. 60 എന്ന് പറയുമ്പോഴും ഡയബറ്റീസ് ബാധിച്ചവർക്ക് 50 വയസ്സിലോ അത് താഴെയോ തിമിരം വരാവുന്നതാണ്. എങ്കിലും 60 വയസ്സിലാണ് സാധാരണ തിമിരം കണ്ടുവരുന്നത്. 60 വയസ്സുള്ള ആൾ സാധാരണ റിട്ടയർഡ് ഒരാളും കൂടെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇപ്പോഴത്തെ ചിന്താഗതി എത്രയും പെട്ടെന്ന് തിമിരം അറിയുമ്പോൾ തന്നെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങൾ ഞാൻ വിവരിക്കാം. 60 വയസ്സുള്ള ഒരാൾ സാധാരണ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നീ റീഡിങ്ങോ അല്ലെങ്കിൽ വളരെ സോഷ്യൽ ഫങ്ഷൻസിന് പോവുകയോ TV കാണുകയോ അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു 60 വയസ്സിൽ തിമിരം ബാധിച്ചു കഴിയുമ്പോൾ റീഡിങ്, പല ആക്ടിവിറ്റീസ് അങ്ങനെ നമ്മൾ പതുക്കെ കുറയ്ക്കേണ്ടി വരും. പ്രത്യേകിച്ച് രാത്രി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര ഗ്ലെയർ ആയിരിക്കും എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് കൊണ്ട്. അതുകൊണ്ട് അവരുടെ വെളിയിലോട്ടുള്ള ഒത്തിരി സോഷ്യൽ ലൈഫും കേട്ടയിൽഡാവും. ഒരു 60 വയസ്സുള്ള ഒരാൾ തിമിരത്തിന് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത് 60 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ കാത്തിരിക്കും. കാരണം തിമിരം എനിക്ക് പിന്നെ ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഇതിൽ. പക്ഷെ അതിന് റിസ്ക് ഉണ്ട്. ഈ പ്രായം കൂടുന്നതൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നുണ്ട്. ഒരു ശസ്ത്രക്രിയക്ക് നമ്മൾ വിധേയനാകേണ്ട ഒരാളാണ്. കാരണം തിമിരം പ്രായം കൂടുന്നതനുസരിച്ച് പോകാൻ പോകുന്നില്ല, ഇത് കൂടാനേ പോകുന്നുള്ളൂ. അപ്പോൾ 60 വയസ്സിൽ നമ്മൾ ഗ്രേഡ് 1 കാറ്ററാക്ട് ഉണ്ടെങ്കിൽ 70 വയസ്സാകുമ്പോൾ അതൊരു ഗ്രേഡ് 4 വല്ലതും എത്തിക്കാണും. അപ്പോൾ ഓപ്പറേഷൻ്റെ ടൈമും കൂടും, ഓപ്പറേഷൻ്റെ റിസ്ക്കും കൂടും. കൂടാതെ ഈ ആൾക്ക് പെട്ടെന്ന് ഷുഗറോ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളോ ഈ 10 വർഷത്തിനുള്ളിൽ വന്നു കാണാം. അങ്ങനെയും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ചിലർ 80 വയസ്സായിട്ട് ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ വേറെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് കാറ്ററാക്ട് ഫുൾ ഗ്രേഡ്, ടോട്ടൽ കാറ്ററാക്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 60 വയസ്സ് തുടങ്ങിയത് 80 വയസ്സ് 20 വർഷം കഴിയുമ്പോഴത്തേക്ക് കാറ്ററാക്ടിൻ്റെ കട്ടി വളരെ കൂടും. അപ്പോൾ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും വളരെ കൂടുതലായിരിക്കും. ലേറ്റസ്റ്റ് സർജറികളിൽ കോംപ്ലിക്കേഷനൊക്കെ വളരെ കുറവാണെങ്കിലും പ്രായാധിക്യം മൂലം കോംപ്ലിക്കേഷൻ്റെ ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു കാഴ്ച കിട്ടാനുള്ള ചാൻസും വളരെ കുറവാണ്. കാരണം പ്രായം അധികമാകുമ്പോഴാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ 70 വയസ്സുള്ള ഒരാൾ ചെയ്യുന്നത് 10 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് 60 തൊട്ട് 70 വരെ ഈ റീഡിങ്ങും സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞിരിക്കുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറവായിരിക്കും. കൂടാതെ നമ്മൾ കാണുന്നത് ഈ തിമിരം ബാധിച്ച ഒരാൾ പെട്ടെന്ന് നമ്മുടെ കുളിമുറിയിലോട്ടോ എല്ലാം കയറുകയാണെങ്കിൽ ആ ടൈൽസിൽ വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അത് ശ്രദ്ധിക്കണമെങ്കിൽ നല്ല കാഴ്ച വേണം. അത് ശ്രദ്ധിക്കാത്ത മൂലം തെന്നി വീഴാനും നട്ടെല്ല് മുതൽ ഒടിയാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് ഒത്തിരി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് പ്രായാധികം മൂലമല്ല വീഴുന്നത്, കാഴ്ച കുറവായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു 60-65 വയസ്സിനുള്ളിൽ തിമിരമുണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ടൈം കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടുതലാണ്. 60 വയസ്സിൽ ചെയ്യുമ്പോഴും 80 വയസ്സിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരാവുന്ന സാമ്പത്തിക ബാധ്യത ഒന്ന് തന്നെയാണ്. കാരണം ഓപ്പറേഷൻ്റെ റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത്രയും വർഷം ക്വാളിറ്റി ഓഫ് ലൈഫ് സാക്രിഫൈസ് ചെയ്യണോ വേണ്ടയോ, അതുകൂടാതെ തന്നെ കാഴ്ചക്കുറവ് കൊണ്ട് മൂലം വരാവുന്ന പല പ്രശ്നങ്ങളും, അത് വീഴ്ച ഉൾപ്പെടെ പല പ്രശ്നങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോൾ തിമിരം കാണുന്നുവോ അതിന് 1 വർഷം ഉള്ളിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം.